മുണ്ടക്കയിലും ചൂരൽമലയിലും തിരിച്ചറിയപ്പെടാനാകാത്ത വിധം ഉരുളെടുത്ത ജീവനുകൾക്ക് ഒരുമിച്ച് അന്ത്യവിശ്രമം ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ കണ്ടെത്തിയ സ്ഥലത്ത് 9 മൃതദേഹങ്ങൾ അല്പസമയത്തിനകം സംസ്കരിക്കും. സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. സജോ ദേവസ്യ പുത്തുമലയിൽ നിന്ന് ചേരുന്നു. വീണ്ടും സജോ, നേരത്തെ ഷഹദ് റഹ്മാൻ പറയുകയായിരുന്നു അവിടെ നിന്ന് നടപടിക്രമങ്ങൾ ഇനിയും പൂർത്തിയാകേണ്ടതുണ്ട് എന്ന്. അപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ വൈകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അവിടെയുള്ളവർ എന്താണ് പറയുന്നത്? എപ്പോഴേക്ക് സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്? വേണു, ഏറെ വൈകാനാണ് സാധ്യത. കാര്യം നേരത്തെ ഒരു 8:30 സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാം എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിലും വൈകുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്. അവിടെ നിന്ന് പൂർണ്ണമായും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹങ്ങൾ വിട്ടു നൽകണം. അതിനുശേഷം പിന്നീട് ഒരു 15 കിലോമീറ്റർ ദൂരത്തോളം യാത്രയുണ്ട്. അതിന് ഇവിടെ എത്തിക്കണം. ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കുറേ കൂടി നമ്മൾ നേരത്തെ കരുതിയിരുന്ന സമയത്ത് ഈ ചടങ്ങുകൾ നടക്കില്ല എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാര്യത്തിൽ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ പങ്കുവച്ചിരുന്ന ഒരു കാര്യം, ഈ സാങ്കേതിക പ്രയാസങ്ങൾ, തടസ്സങ്ങളൊക്കെ മറികടക്കുക, അതിൽ പിന്നീട് പരാതികൾ ഉണ്ടാകാതിരിക്കുക, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഉറപ്പ്, അതായത് ഏതെങ്കിലും തിരിച്ചറിയപ്പെടാത്ത മൃതദേഹമാണ് എന്ന കാര്യത്തിൽ പരിപൂർണമായ വ്യക്തത, അതിൻ്റെ NOC ഒക്കെ ഉണ്ടാക്കുക, അതിന് സാങ്കേതികമായ നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തീകരിക്കുക എന്നതാണ്. അത് ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്ന നിലയ്ക്കാണ് വിശദീകരിച്ചത്. അതൊക്കെയാണ്. പക്ഷേ ഏതെങ്കിലും നിലയ്ക്ക് ആളുകൾ ആ കാര്യത്തിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബുദ്ധിമുട്ടുകൾ ഈ ഘട്ടത്തിൽ പ്രകടിപ്പിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ ഒരു കാര്യമെന്നത്. ഇതിൽ തിരിച്ചറിയപ്പെടുക, ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിലും മരിക്കുമ്പോഴാണെങ്കിലും തിരിച്ചറിയപ്പെടുക എന്നതൊരു നീതിയാണ്. ആ നീതി യഥാർത്ഥത്തിൽ ദുരന്തം നിഷേധിച്ച മനുഷ്യർക്ക് കൂടിയാണ് അന്ത്യവിശ്രമം ഈ മണ്ണിൽ ഒരുക്കുന്നത്. ഇത് തന്നെ ഒരു സങ്കടത്തിന് മുകളിൽ മറ്റൊരു സങ്കടത്തിൻ്റെ സ്മാരകമാണ് യഥാർത്ഥത്തിൽ ഇവിടെ അല്പസമയത്തിന് ശേഷം ഒരുങ്ങുക. ഇവിടത്തെ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് 9 മൃതദേഹങ്ങളാണ് സംസ്കരിക്കുന്നതെങ്കിൽ കൂടിയും ആദ്യഘട്ടത്തിലെ നമ്പർ അനുസരിച്ച് ഒരു 39 കുഴിമാടങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ 38 കുഴിമാടങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ആ നമ്പറാണ്. പക്ഷേ അത് ആദ്യഘട്ടത്തിൽ അങ്ങനെ കരുതിയിരുന്നു. മിക്കവാറും മൃതദേഹങ്ങൾ സംസ്കരിക്കുക എന്ന നിലയ്ക്ക് ഒരു തീരുമാനം എടുത്തിരുന്നു. കാരണം മൃതദേഹങ്ങൾ ഡീകമ്പോസ് ആകുന്നു, അതുകൊണ്ട് തിരിച്ചറിയപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോൾ സംസ്കാരത്തിലേക്ക് പോവുക എന്നതാണ് പ്രായോഗികമായി പോകുമ്പോഴേ DNA സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രൊഫൈലിംഗ്, അല്ലെങ്കിൽ അത് അങ്ങനെ പ്രൊഫൈൽ ലൈബ്രറി തയ്യാറാക്കുക, അത്തരം കാര്യങ്ങൾ പിന്നീട് നടക്കുന്നുണ്ട്. ഓരോ കുഴിമാടത്തിനും നമ്പറുകൾ, പ്രത്യേകം നമ്പറുകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് അത് പിന്നീട് ഏതെങ്കിലും നിലയ്ക്ക് തിരിച്ചറിയപ്പെടുകയാണെങ്കിൽ അത് ആ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരാൻ കഴിയും എന്ന നിലയ്ക്കൊക്കെയാണ്. അത്തരം കാര്യങ്ങൾ കൂടി ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതൊക്കെ ആ ഭാഗത്തു കൂടി കൃത്യമായി നടക്കും എന്നാണ് സർക്കാരും ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത് കാര്യങ്ങളും. ഒപ്പം ഇനിയിപ്പോൾ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചതിന് ശേഷം ഇവിടെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതുപോലെ സർവ്വമത പ്രാർത്ഥനയാണ്. ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേകമായി തന്നെ പ്രാർത്ഥനകൾക്ക് അവസരമുണ്ട്, അതിന് സമയം നൽകും. മുഴുവൻ മൃതദേഹങ്ങളും ഇവിടെ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ട്. അവിടെ എത്തിക്കാൻ പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട്, അങ്ങോട്ടേക്ക് എത്തിക്കും. അതിനുശേഷം ഓരോ വിഭാഗങ്ങൾക്കും പ്രാർത്ഥനയ്ക്ക് അവസരം നൽകും എന്ന നിലയ്ക്കാണ് ക്രമീകരണം. അതുകൂടി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ യഥാർത്ഥത്തിൽ സംസ്കാരം നടക്കുകയുള്ളൂ. ഇവിടെ ധാരാളം മനുഷ്യരുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇവിടെയുണ്ട്. പക്ഷേ അതുകൂടാതെ പല മനുഷ്യരെയും ഇവിടെ വന്നതിന് ശേഷം ധാരാളം പേരെ കണ്ടു. അതിൽ പലരും ഇനിയും ഉറ്റവരെ കാത്തിരിക്കുന്ന മനുഷ്യരാണ്. ഇതുവരെ കാണാതായ മനുഷ്യരെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടാത്ത, തങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഒരു വിവരവും കിട്ടാതെ അന്വേഷിച്ചൊക്കെ നടക്കുന്ന ധാരാളം മനുഷ്യർ യഥാർത്ഥത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഈ സംസ്കരിക്കുന്ന കൂട്ടത്തിൽ തങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടാകുമോ എന്ന ചിന്ത അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ അവരുടെ ആശ്വാസത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയ്ക്ക്, അല്ലെങ്കിൽ ഒരു അന്തിമോപചാരം അർപ്പിക്കലിന് ഇവിടെ ഒരു സാന്നിധ്യമാകലൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ആ കാരണം കൊണ്ട് പ്രധാനമാകുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് അവരുടെ സാന്നിധ്യം കൂടെ ഉണ്ട്. അവരും മണിക്കൂറുകളായി യഥാർത്ഥത്തിൽ കാത്തിരിക്കുകയാണ്. ഇത് 2019, അതായത് വർഷങ്ങൾക്ക് മുൻപ് ഉരുളെടുത്തൊരു സ്ഥലമാണ്, ഹാരിസൺ പ്ലാന്റേഷൻ്റെ സ്ഥലമാണ്. നേരത്തെ അത് ഹാരിസൺ തന്നെ ഈ ഭൂമി വിട്ടുകൊടുക്കാമെന്ന് സർക്കാരുമായി സമ്മതിക്കുന്നു. അതിനുശേഷം അതിൻ്റെ നടപടിക്രമം കൂടി ഉണ്ടായിരുന്നു. 67 സെൻറ്റ് സ്ഥലമാണ് സർക്കാർ ഇപ്പോൾ നിലവിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ തന്നെ ബാക്കി മറ്റ് സംസ്കാരങ്ങൾ കൂടി, അതായത് പൂർണ്ണമായ മൃതദേഹം എന്ന നിലയ്ക്ക് തിരിച്ചറിയപ്പെടാതെ പോയവ, പിന്നീട് ശരീരഭാഗങ്ങളായി ലഭിച്ചവയുമുണ്ട്. അവയുടെയും മുഴുവൻ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക, DNA സാമ്പിളുകൾ ശേഖരിക്കുക എന്ന നടപടിക്രമമുണ്ട്. അതുകൂടി ഇവിടെ രേഖപ്പെടുത്തി വെക്കുക എന്നതാണ് ഒരു തീരുമാനം. അത് പക്ഷേ ഇപ്പോൾ ഓരോ നടപടിക്രമം, അതായത് ഓരോ മൃതദേഹങ്ങളുടെ കാര്യത്തിലും പൂർത്തീകരിക്കുന്നതിനനുസരിച്ച് നിലവിൽ 9 എന്ന നമ്പറിലേക്ക് നിജപ്പെടുത്തുക എന്നതായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി തുടർ ദിവസങ്ങളിലും യഥാർത്ഥത്തിൽ ആ നടപടികളിലേക്ക് പോകണം. നേരത്തെ നമ്മൾ ആശങ്കപ്പെട്ടിരുന്നു, കാരണം കനത്ത മഴയോ മറ്റോ ആയാൽ ഇത്
ഉരുൾ പൊട്ടി വന്ന് ഒരു മണ്ണാണ്, ഒരു പ്രദേശമാണ്, അങ്ങനെ ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ മഴ പെയ്താൽ കൂടുതൽ ബുദ്ധിമുട്ട് ആയേനെ. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രയാസം ഇവിടെ ഇല്ല എന്നതാണ് ഒരു വസ്തുത. അതായത് ഇങ്ങനെ മേലുവിലാസമില്ലാത്ത, തിരിച്ചറിയപ്പെടാത്ത മനുഷ്യർക്ക് നിത്യവിശ്രമം, അന്ത്യവിശ്രമം ഒരുക്കുക എന്നൊരു സ്ഥലമാണ്. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ സന്നദ്ധ പ്രവർത്തകരെല്ലാവരും അവിശ്രമം, അവർ ഉറങ്ങാതെ ഇതിനുവേണ്ടി കാത്തിരിക്കുന്നത്. ദിവസങ്ങളായി ഉറങ്ങാത്ത സന്നദ്ധ പ്രവർത്തകരാണ്, പലയിടങ്ങളിലായി സേവനം ചെയ്ത മനുഷ്യരാണ്. അവരൊക്കെ ഇങ്ങോട്ടേക്ക് യഥാർത്ഥത്തിൽ നിയോഗിക്കപ്പെടുകയും എത്തുകയും ചെയ്തത് ഇവിടെ ഇത്തരം ഏറ്റവും ആദരപൂർവ്വം അങ്ങനെ തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യർക്ക് ഇനി ഒരുക്കാൻ കഴിയുന്ന ഒരു നീതി, അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു അന്തിമമായ നീതി എന്നത് ഏറ്റവും ആദരപൂർവ്വം സംസ്കാരത്തിന് അവസരം ഒരുക്കുക. ആ മനുഷ്യർ ആര് എന്നത് സംബന്ധിച്ച് വ്യക്തതയൊന്നുമില്ല. അനേകം മനുഷ്യരുടെ കാര്യം ഇവിടെ പലരും പറയുന്നുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇതിൻ്റെ കണക്കുകൾ സങ്കീർണമാണ്. കൃത്യമായ കണക്കുണ്ടാക്കുക എന്നത് ഇപ്പോഴും സങ്കീർണമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്, ടൂറിസത്തിൻ്റെ ഭാഗമായി ഇവിടെ ധാരാളം ആളുകൾ തൊഴിൽ ചെയ്തിരുന്നു, ഇങ്ങോട്ട് വന്ന ആളുകളുണ്ട്. അങ്ങനെ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ ഇപ്പോഴും കണക്കുകളിൽ ഏതെങ്കിലും നിലയ്ക്ക് ഇടം പിടിക്കാനുള്ള സാധ്യതകൾക്ക് പുറത്തു നിൽക്കുന്ന മനുഷ്യർ പോലും യഥാർത്ഥത്തിൽ ഉണ്ട് എന്നതാണ് വസ്തുത. അതായത് ആ മനുഷ്യർ ആരെല്ലാം എന്ന് ഇനിയും കണക്കുകൾക്ക് പുറത്തു നിൽക്കുന്ന അനേകം മനുഷ്യരുടെ കാര്യം ഇപ്പോഴും ഏറ്റവും ഒടുവിൽ ജില്ലാ കളക്ടർ സംസാരിച്ചപ്പോൾ പോലും അത് കൃത്യമായൊരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നത് അതിസങ്കീർണമാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പോലുമുള്ള ആളുകളുണ്ട്. അത്തരം അതായത് ഇങ്ങനെ ഒരു സമാനതകളില്ലാത്തൊരു അനുഭവമാണ്. ഇതിനു മുൻപ് ഇങ്ങനെ ഒരു മുന്നനുഭവം യഥാർത്ഥത്തിൽ ഐക്യകേരളം രൂപീകരിക്കുന്നതിന് ശേഷമോ അതിന് മുൻപോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. അല്ലെങ്കിലും ഇതുപോലൊരു സാഹചര്യം അത്യന്തം വൈകാരികമായ മുഹൂർത്തമാണ്. അങ്ങനെ കുഴിമാടങ്ങളെടുത്ത് സംസ്കാര ചടങ്ങുകൾ എന്നത് നമ്മുടെ അനുഭവങ്ങളിൽ എവിടെയുമില്ല. അങ്ങനെ ഒരു വൈകാരികത ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വേദനയുണ്ട്. കോവിഡ് കാലത്തൊക്കെ ചില ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ പലയിടങ്ങളിൽ നിന്നായി പ്രചരിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം യഥാർത്ഥത്തിൽ നമുക്കുണ്ടായിരുന്നില്ല. അത്രയും വലിയ വ്യാപ്തിയുള്ള, നമ്മളെ ആകെ പിടിച്ചുലച്ച, ഇപ്പോഴും ഉള്ളുപിടയുന്ന ഞെട്ടലിൽ നിന്ന് മുക്തരാകാത്ത അനേകം മനുഷ്യർ, കേരളം ഒന്നാകെ, നാടൊന്നാകെ ഈ വേദന അറിഞ്ഞ അനേകം മനുഷ്യർ, അത്തരം ഒരു സന്ദർഭത്തിൽ മുന്നനുഭവങ്ങളില്ലാത്ത വൈകാരികമായ ഒരു മുഹൂർത്തമാണ്. അതിന് സാങ്കേതികതയൊക്കെ ചിലപ്പോൾ തടസ്സമാകുന്നു. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നത് ചിലപ്പോൾ കുറേ മനുഷ്യർക്കൊക്കെ ആശ്വാസമാകും. പക്ഷേ അത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. കാരണം അവകാശികളാരും വരുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് നിയമപരമായൊരു ബാധ്യത കൂടിയാണ് എന്ന് നേരത്തെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറഞ്ഞത് കേട്ടിരുന്നു. അവർ ആ കാര്യം പൂർത്തീകരിക്കണം. മറ്റൊന്ന്, പൂർണ്ണമായും പോസ്റ്റ്മോർട്ടം നടപടികളുടെ കാര്യത്തിലാണ്. അത് പിന്നീട് നിയമപ്രശ്നം ഉണ്ടാകാതിരിക്കുക, അത് അങ്ങോട്ടേക്കുള്ള പിന്നീട് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഇതിനുശേഷം ഈ ദുരന്തത്തിന് ശേഷമുള്ള പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ പോലും ബുദ്ധിമുട്ടുണ്ടാകും. മറ്റൊന്ന്, ചിലരുടെയൊക്കെ കാര്യത്തിൽ ഒരു കുടുംബത്തിലെ മുഴുവൻ മനുഷ്യരും ഈ ദുരന്തത്തിന് ഇരകളായി പോയി ജീവൻ നഷ്ടമായ മനുഷ്യരുണ്ട്. അതായത് അവരെ അന്വേഷിച്ച് വരാൻ ആളുകളില്ലാത്ത ആളുകൾ പോലും ഉണ്ട് യഥാർത്ഥത്തിൽ. പിന്നീട് മറ്റ് അകലങ്ങളിലൊക്കെയുള്ള ബന്ധുക്കൾ വന്നാണ് പലരെയും തിരിച്ചറിയുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവിടുത്തെ കാര്യത്തിൽ പോലും ഈ DNA സാമ്പിൾ കൂടാതെ ഈ മൃതദേഹങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആഭരണങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അവയുടെ ചിത്രങ്ങൾ കൂടി എടുക്കും. അതും പിന്നീട് തിരിച്ചറിയപ്പെടാൻ ഉപകരിക്കും എന്നതാണ്. അത് പല സാമൂഹിക സംഘടനകളും ഇക്കാര്യത്തിലൊക്കെ കുറേ കൂടി ഉറപ്പുകൾ ചോദിച്ചിരുന്നു. എന്ന് മാത്രമല്ല, അക്കാര്യത്തിൽ ഇപ്പോൾ നിലവിലുള്ള പ്രോട്ടോക്കോളും ഒക്കെ പാലിക്കേണ്ടതുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം അത്തരം കാര്യങ്ങളിൽ പ്രോട്ടോക്കോൾ പ്രകാരം തന്നെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പിന്നീട് പ്രയാസങ്ങൾ ഉണ്ടാക്കും. അത് പല ആളുകൾക്കും പിന്നീട് വേദനകൾ സമ്മാനിക്കുമെന്നതുകൊണ്ടും അത് പിന്നീട് മറ്റ് ദുരന്തത്തിൻ്റെ തുടർന്നങ്ങോട്ടേക്കുള്ള പ്രവർത്തനങ്ങൾക്കും എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കരുത് എന്ന കാര്യങ്ങളൊക്കെ തന്നെയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെയും ഇക്കാര്യത്തിൽ നമ്മൾ കാണേണ്ടത്, ഇത്ര വലിയൊരു ദുരന്തത്തെ ഇതിനു മുൻപ് കേരളം നേരിട്ടിട്ടില്ല എന്നതുകൂടി കാണണം. അങ്ങനൊരു പ്രയാസം കൂടി യഥാർത്ഥത്തിലുണ്ട്. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ഈ സ്ഥലം ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞതാണ്. കാരണം ഈ സ്ഥലം ഇപ്പോൾ പ്രത്യേകിച്ച് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. നേരത്തെ ഇതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ ആൾതാമസം ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ആളുകളൊക്കെ ഒഴിഞ്ഞുപോയതാണ്. അത് ഒഴിഞ്ഞുപോയവരും യഥാർത്ഥത്തിൽ പുത്തുമലയിലുണ്ട്. അങ്ങനെ ഒരു ദുരന്ത ഭൂമി കൂടിയാണ് യഥാർത്ഥത്തിൽ പുത്തുമലയും. അങ്ങനെ ഒരു സ്ഥലം ലഭ്യമാകുന്നു, അവിടെ തന്നെ ക്രമീകരണങ്ങൾ നടത്തുന്നു. ഇപ്പോൾ അതിലേക്ക് കടക്കുക. ഇതിനിടെ പോലും ഈ ഓപ്പറേഷൻസൊക്കെ, ഈ തിരച്ചിലൊക്കെ കൃത്യമായി തന്നെ നടക്കുന്നു. നാളെയും വരും ദിവസങ്ങളിലുമൊക്കെ തുടരേണ്ടതുമാണ്. അത്തരം കാര്യങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. ഒപ്പം ഈ ഉറ്റവരെ നഷ്ടമായവർ, എല്ലാം നഷ്ടമായ മനുഷ്യരുടെ വേദന മറുവശത്ത് നിൽക്കുന്നു. അത്തരം ഘട്ടങ്ങളിലെ ചെറിയ വിഷമതകൾ, അതായത് സമയത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. പക്ഷേ അതിനോട് പൊതുവെ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ സഹകരിക്കുകയാണ്. പക്ഷേ അപ്പോഴും വേദനയാകുന്നത് ഈ മനുഷ്യരിൽ, ഈ അടക്കം ചെയ്യുന്നവരിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടോ എന്ന് കരുതി കാത്തു നിൽക്കുന്ന മനുഷ്യരാണ്. അവർ ഒരുപക്ഷെ ആ ചടങ്ങിനൊന്ന് സാക്ഷിയാവുക, ഇവിടെ പങ്കാളിയാവുക എന്നത് അവർക്ക് ഒരുപക്ഷെ ഇനി ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. അവരുടെ മനസാക്ഷിയോട് അവർക്ക് ചെയ്യാൻ കഴിയുന്നൊരു നീതിയാണ്. ഒപ്പം ആ മനുഷ്യർ അവരിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടോ, നേരത്തെ തന്നെ DNA സാമ്പിളിലേക്ക് പോകേണ്ടി വന്നൊരു കേസ് അടക്കം ഉണ്ടായിരുന്നു. തിരിച്ചറിഞ്ഞു എന്ന നിലയിൽ വന്നു. പക്ഷെ അത് പിന്നീട് അക്കാര്യത്തിൽ ഒരു തർക്കമുണ്ടായി. അതിൽ പോലും പിന്നീട് പരിശോധനകളിലേക്ക് പോകേണ്ട സാഹചര്യവും ഒക്കെ വന്നിരുന്നു. അത്തരം സാഹചര്യങ്ങൾ പോലും ഇക്കാര്യത്തിലുണ്ട്. അതായത് കൃത്യമായ തിരിച്ചറിയൽ ഇനിയിപ്പോൾ അങ്ങോട്ടേക്കെല്ലാം അത് സാധ്യമാകില്ല എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ നമ്പറുകളുടെ കാര്യത്തിൽ നേരത്തെ
നേരത്തെ 29 മൃതദേഹങ്ങൾ, തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങൾ കൂടി ചേർക്കുമ്പോൾ അതൊരു 67 എന്ന നമ്പറിലേക്ക് എത്തുന്നു എന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നു. പക്ഷേ അതൊരു കൃത്യമായ വ്യക്തമായ ഒരു നമ്പറിലേക്ക് എത്തിക്കണമെങ്കിൽ അത് കുറച്ചുകൂടി അതിനുവേണ്ടി കാത്തിരിക്കണം. അതുകൊണ്ടാണ് 9 മൃതദേഹങ്ങൾ ഇപ്പോൾ സംസ്കരിക്കാം കാരണം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത്. വ്യക്തത വന്നതൊക്കെ, അതായത് ഇനിയിപ്പോൾ തിരിച്ചറിയപ്പെടാനുള്ള സാധ്യത 0 ആണ്, അല്ലെങ്കിൽ വളരെ താഴെയാണ്, ഏറ്റവും കുറഞ്ഞ അളവിലാണ് എന്ന് കണ്ടെത്തിയ നിലയ്ക്കാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. അത് പൂർത്തീകരിക്കുക എന്നാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഒരു 4 മണിയോടുകൂടി ഇതിലേക്ക് കടക്കുക, പിന്നീട് ഒരു 7 മണി 7:30 കൂടിയെങ്കിലും പൂർത്തീകരിക്കുക എന്നതായിരുന്നു. പക്ഷേ എന്തായാലും 9 മണിയെങ്കിലും ആകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ അനുമാനിക്കേണ്ടത്. വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിച്ചാൽ അത് ആ സമയത്തിനുള്ളിൽ തന്നെ ചടങ്ങുകളിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് ഈ ഘട്ടത്തിൽ കരുതുന്നത്. എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ മൃതദേഹങ്ങൾ എത്തുന്ന മുറയ്ക്ക് സർവ്വമത പ്രാർത്ഥന, അതിനുശേഷം സംസ്കാരം എന്ന നിലയ്ക്കാകും. വേണം സജോ ദേവസ്യാണ് പുത്തുമലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 9 മൃതദേഹങ്ങളാണ് അവിടെ സംസ്കരിക്കുക. 8 മൃതദേഹങ്ങൾ തിരിച്ചറിയാത്തവയാണ്. ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞു. ആ മൃതദേഹമാണ് ഇപ്പോൾ മേപ്പാടിയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായി മാറ്റിയിരിക്കുന്നത്. ബാക്കി 8 മൃതദേഹങ്ങൾ ഇപ്പോൾ അവിടെ തന്നെയാണ്. ഒരു സാങ്കേതിക തടസ്സം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അത് വിവിധ പഞ്ചായത്തുകളുടെ അനുമതി പത്രം കൂടി ലഭിക്കേണ്ടതുണ്ട്. അതുകൂടി ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആംബുലൻസുകളിൽ ഈ മൃതദേഹങ്ങൾ പുത്തുമലയിൽ എത്തിക്കും. സർവ്വമത പ്രാർത്ഥന, അതിനുശേഷം എല്ലാ ആദരവോടെയും മണ്ണിലേക്കുള്ള ആ മടക്കത്തിന് ഉള്ള സാഹചര്യം ഒരുക്കുന്നു. അതിന് നിരവധി പേരാണ് അവിടെ കാത്തുനിൽക്കുന്നത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.